കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM-നെതിരെ കടുത്ത നടപടിയുമായി ED 29 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് വിവിധ ഘടകങ്ങളുടെ 8 അക്കൗണ്ടുകളും പാർട്ടി ഓഫീസിനായി വാങ്ങിയ ഭൂമിയും. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി കേസിൽ കടുപ്പിച്ച ED എക്സാലോജിക്കിന് CMRL നൽകിയ പണത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഹൈക്കോടതിയിൽ. ചെലവ് കണക്കുകൾ CMRL പെരുപ്പിച്ചു കാട്ടി കേസിലെ ECIR ഹർജിക്കാർക്ക് നൽകാനാകില്ലെന്ന് ED കോടതിയിൽ. ISRO ഗൂഢാലോചന കേസിൽ CBI നൽകിയ കുറ്റപത്രം കോടതിയിൽ അംഗീകരിച്ചു. പ്രതികൾക്ക് നോട്ടീസ് അയച്ച CJM കോടതി. നോട്ടീസ് മുൻ പോലീസ് ഉദ്യോഗസ്ഥരും IB ഉദ്യോഗസ്ഥരും അടക്കം 5 പേർക്ക് ജൂലൈ 26 നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. രാജ്യത്ത് മൊബൈൽ ഫോൺ ഉപയോക്താക്കളെ പിഴിയാൻ ജിയോയും എയർടെല്ലും. റീചാർജ് നിരക്ക് കുത്തനെ കൂട്ടി. പുതുക്കിയ നിരക്ക് ജൂലൈ 3 മുതൽ. കോഴിക്കോട് കക്കോടി മാളിക്കടവ് പുതിയങ്ങാടി റോഡിന്റെ നവീകരണത്തിന് 53 ലക്ഷം രൂപ അനുവദിച്ചു. തീരുമാനം റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്ന്. കേരള വിഷനും മറ്റുള്ള TV ചാനൽസും എല്ലാവരും ഇത് ചെയ്തത് കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രയാസങ്ങൾ. അല്ലാണ്ട് ഞങ്ങൾ ഒരുവിധം അതോറിറ്റീസിനെയൊക്കെ ഫോണിൽ കൂടെ വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യവും നടന്നിട്ടില്ല. പക്ഷേ TV-ക്കാർ വന്ന് അതിൻ്റെ ഒറിജിനൽ കാര്യങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ ശരിക്കും ഉള്ളതാണെന്ന് കണ്ട് അറിഞ്ഞ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് വലിയ ഉപകാരമായി ഈ കാര്യങ്ങൾ. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ പരമ്പര നാവാക്കുഴിയടയ്ക്കാം. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ യുവാവ് മരിച്ചു. കോഴിക്കോട് തൊടുകയിൽ 36 കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. നെയ്യാറ്റിൻകരയിൽ വൈദ്യുതി കമ്പനിയിൽ നിന്ന് 65-കാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ KSEB-ക്കെതിരെ പ്രതിഷേധം. കനത്ത മഴയിൽ ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന ഒരു മരണം.